എങ്ങനെയായിരിക്കും വെള്ളാപ്പള്ളിക്കെതിരെ നേരിടാനാവുക? ഇങ്ങനൊരു നടപടി ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം അയോഗ്യരാകുമ്പോൾ ഇനി SNDPയിൽ എങ്ങനെയായിരിക്കും തുടർ നീക്കങ്ങൾ? അതായത് അതിന്റെ നേതൃത്വ തലത്തിലേക്ക് വരെ പെട്ടെന്ന് മറ്റൊരാളെ നിയമിക്കേണ്ടി വരുമോ? പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമോ? അങ്ങനെയുള്ള വിവരങ്ങൾ ഇനിയുള്ള തുടർ ചലനങ്ങൾ എങ്ങനെയാകും? അക്ഷയ, ഈ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട് എന്നതാണ്. അതായത് സർക്കാരിന് ഡയറക്ടർമാരെ നിശ്ചയിക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട് എന്ന രീതിയിലേക്കുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം വരുമ്പോൾ മാത്രമേ അക്കാര്യം വ്യക്തമാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ സർക്കാരിന് SNDP യോഗത്തിൽ ഭരണ സാന്നിധ്യത്തിലേക്ക് നേരിട്ട് ആളുകളെ കൊണ്ടുവരാൻ കഴിയും. അതായത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ അവിടെ ചുമതലപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരാനിരിക്കുന്നു. എന്തായാലും ആ ഉത്തരവിന്റെ പകർപ്പ് അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഈ ബോർഡ് അംഗങ്ങളെയും നീക്കിയതായി, തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങളെയും നീക്കിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണോ ഉത്തരവിലെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അക്ഷയ, വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല അയോഗ്യത. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തുഷാർ വെള്ളാപ്പള്ളി, ഡോക്ടർ MK സോമൻ അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ അയോഗ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്കെല്ലാം തന്നെ ഈ കമ്പനി നിയമപ്രകാരമുള്ള ഡയറക്ടർമാരായി തുടരാൻ അതിന് നിയമപരമായ അവകാശമില്ല എന്നതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നിലവിലെ ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അത് വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും SNDP യോഗത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ സോമനുമാണ്. ആ പ്രധാനപ്പെട്ട വ്യക്തികൾക്കെല്ലാം തന്നെ ഈ അയോഗ്യതയുണ്ട്. അതായത് ഇവർക്കെല്ലാം തന്നെ ഡിൻ അക്കൗണ്ടുകൾ ഇവരുടെ കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഡിൻ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ കമ്പനി ആക്ട് പ്രകാരം അതിന്റെ ചുമതലയിൽ, അതിന്റെ തലപ്പത്തിരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് കോടതിയിൽ ചോദ്യം